ഈ വീഡിയോ കാണുമ്പോൾ താഴെ റെഡ് കളറിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തേക്കണേ. നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കണിലും. ഒപ്പം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലീസ്. ഹായ്, നമസ്കാരം, വെൽക്കം. ഇന്ന് 2020 ഫെബ്രുവരി 29. 4 വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു പ്രത്യേക ദിവസത്തിലാണ് നാം ഇന്ന് നിൽക്കുന്നത്. ഫെബ്രുവരിയുടെ 29ാമത്തെ ദിവസത്തിൽ, അതായത് അതിവർഷം എന്ന് പറയുന്ന ലീപ് ഇയറിലാണ് ഫെബ്രുവരിക്ക് 29 ദിവസങ്ങൾ ഉണ്ടാകാറുള്ളത് എന്ന് നമുക്കറിയാം. ഈ 29ാമത്തെ ദിവസത്തിന്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. എന്തുകൊണ്ടാണ് ഈ 4 വർഷം കൂടുമ്പോൾ മാത്രം ഫെബ്രുവരിക്ക് 29 ദിവസങ്ങൾ ഉണ്ടാകുന്നത്? ബാക്കി എല്ലാ വർഷങ്ങളും 28 ദിവസങ്ങളേ ഉള്ളൂ. അപ്പോ 28 കഴിഞ്ഞിട്ട് വരുന്ന ഒരു ദിവസം, എക്സ്ട്രാ വരുന്ന ഒരു ദിവസം, അത് എങ്ങനെ ഉണ്ടാകുന്നു? അത് എവിടെ നിന്ന് വരുന്നു? ഒരു കലണ്ടർ ഇയറിൽ എങ്ങനെ ഈ ഒരു വർഷം കൂടുന്നു? ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം 365 ദിവസം, 365 ഡേയ്സ് ആണ് ഒരു വർഷം എന്ന് പറയുന്നത്. എന്നാൽ എക്സാക്ട്ലി അത് 365 ഡേയ്സ് കൂടാതെ ഒരു 0.2425 ഡേയ്സ് കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. അതായത് ഏകദേശം ഒരു 1/4 ദിവസം കൂടി എന്ന് പറഞ്ഞാൽ 5 മണിക്കൂർ, 5 hours, 49 minutes and 12 seconds. 5 hours, 49 minutes and 12 seconds. അതായത് നിയർലി 6 hours ഈ 365 ദിവസം കൂടാതെ ഒരു 6 hours കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ 365.25 ദിവസമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ ഉണ്ടാകുന്നത്. പക്ഷേ കാൽക്കുലേഷന് വേണ്ടിയിട്ട് നമ്മൾ ആ 1/4 ദിവസം അല്ലെങ്കിൽ ആ 6 മണിക്കൂറിന് അടുത്തുള്ള സമയം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ എക്സാക്ട്ലി 365 ദിവസം, 365 ഡേയ്സ് ആണ് ഒരു ഇയറിൽ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് അവിടെ ബാക്കി വരുന്ന 1/4 ദിവസം, നിയർലി 6 hours അവിടെ ബാക്കി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ 4 വർഷം കഴിയുമ്പോൾ ഓരോ വർഷവും ഈ 6 hours വെച്ച് 6 into 4 24 hours ആകും 4 വർഷം കഴിയുമ്പോൾ. 24 hours എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 day ആണെന്ന് നമുക്കറിയാം. അപ്പൊ 4 വർഷം കഴിയുമ്പോൾ ഒരു ദിവസം, ഇത് 24 hours കംപ്ലീറ്റ് ആയി ഒരു ദിവസം തികയാണ്. ആ ഒരു ദിവസമാണ് ഫെബ്രുവരി മാസത്തിലേക്ക് ആഡ് ചെയ്തുകൊണ്ട് 4ാം വർഷം 29ാമത് ഒരു ദിവസമായിട്ട് വരുന്നത്. നമുക്കറിയാം ഏറ്റവും ചെറിയ മാസം ഫെബ്രുവരി മാസമാണ്. അതിന്റെ കഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ആദ്യകാലം ഗ്രിഗോറിയൻ കലണ്ടർ സൃഷ്ടിച്ച കാലഘട്ടത്തിൽ ആദ്യം 10 മാസങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ, മാർച്ച് മുതൽ ഡിസംബർ വരെ. പിന്നീട് ആണ് ജനുവരി, ഫെബ്രുവരി എന്നീ 2 മാസങ്ങൾ കൂടി ആഡ് ചെയ്തത്. അങ്ങനെ ആഡ് ചെയ്തപ്പോൾ ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിലേക്ക് എത്തിയപ്പോൾ 28 ഡേയ്സേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു കാൽക്കുലേഷനിലാണ് ഫെബ്രുവരി ഏറ്റവും ഷോർട്ടസ്റ്റ് മന്തായി മാറിയത്. ഈ ഫെബ്രുവരിയിലേക്കാണ് അതുകൊണ്ട് ഈ എക്സ്ട്രാ വന്ന 4 വർഷത്തിൽ ഒരിക്കൽ എക്സ്ട്രാ കയറി വരുന്ന 24 hours ഒരു ദിവസം ആഡ് ചെയ്ത് അങ്ങനെ 29 ഡേയ്സ് ആക്കി മാറ്റിയത്. അങ്ങനെയാണ് ലീപ് ഇയറിൽ ഫെബ്രുവരിക്ക് 29 ഡേയ്സ് വന്നത്. എന്നാൽ ഈ ലീപ് ഇയറിലെ 29 ഡേയ്സ് എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇയറിനെ ഡിവിസിബിൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് ആ ഇയർ ഡിവിസിബിൾ ബൈ 4 ആണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾ ആണ് എന്നുണ്ടെങ്കിൽ അത് ലീപ് ഇയർ ആയിരിക്കും. അതുകൊണ്ടാണ് 2020 ലീപ് ഇയർ ആയത്. 2020 ഡിവൈഡഡ് ബൈ 4 ചെയ്ത് നോക്കിയെങ്കിൽ there is no remainder. റിമൈൻഡർ 0 ആയിരിക്കും. അതുകൊണ്ട് അത് ലീപ് ഇയർ ആണ്. ഇനി 2024 അടുത്ത ലീപ് ഇയർ വരും. 2024 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ 0 റിമൈൻഡർ ആവുന്നതുകൊണ്ട് അത് ലീപ് ഇയർ ആയിരിക്കും. അപ്പോൾ വർഷത്തെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെന്നുണ്ടെങ്കിൽ അത് ലീപ് ഇയർ ആയിരിക്കും. ആ ലീപ് ഇയറിലല്ല ഫെബ്രുവരിക്ക് 29 ഡേയ്സ് ഉണ്ടാവും. ഇത് നമുക്കറിയാം. എന്നാൽ ഈ കാൽക്കുലേഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഈ 4 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ പോലും ആ വർഷം 100 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 100, 100 കൊണ്ട് 100ന്റെ മൾട്ടിപ്ലൈ വരുന്ന വർഷമാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ 1300 or 1700 or 2100, ഈ വർഷങ്ങളെല്ലാം ആക്ച്വലി 4 കൊണ്ട് ഡിവിസിബിൾ ആണ്. ദാറ്റ് മീൻസ് ലീപ് ഇയർ ആയിട്ട് വരേണ്ടതാണ്. പക്ഷെ ഇത് എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 100 ആണ്. അങ്ങനെ എക്സാക്ട്ലി ഡിവിസിബിൾ ബൈ 100 ആണ് എന്നുണ്ടെങ്കിൽ ആ വർഷം അത് 4 കൊണ്ട് ഡിവിസിബിൾ ആണെങ്കിൽ പോലും അത് ലീപ് ഇയർ ആയിരിക്കില്ല. ആ വർഷങ്ങളിലൊക്കെ ഫെബ്രുവരിക്ക് സാധാരണ പോലെ 28 ഡേയ്സേ ഉണ്ടാകാറുള്ളൂ. എന്നാൽ 100 കൊണ്ട് ഡിവിസിബിൾ ആണ്, അതുപോലെ തന്നെ അഗെയിൻ അത് 400 കൊണ്ട് ഡിവിസിബിൾ ആണ് എന്നുണ്ടെങ്കിൽ, മീൻസ് 400ന്റെ മൾട്ടിപ്പിൾസ് കൂടെ ആണെന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 12,000 ഇത് 400 ഡിവിസിബിൾ ആണ്, 16,000 or 20,000
ഈ നമ്പേഴ്സ് ഒക്കെ 100 കൊണ്ട് ഡിവിസിബിൾ ആണ്, ആസ് വെൽ ആസ് ഇത് 400 കൊണ്ട് കൂടി ഡിവിസിബിൾ ആണ്. മീൻസ് 400 മൾട്ടിപ്പിൾസ് ആണെങ്കിൽ ഈ ഇയറിൽ അത് ലീപ് ഇയർ തന്നെയായിരിക്കും. അപ്പോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 0 ആകുന്ന വർഷങ്ങൾ എല്ലാം ലീപ് ഇയർ ആണെങ്കിലും അങ്ങനെ വരുന്ന വർഷങ്ങളിൽ വീണ്ടും അത് 100 മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന വർഷങ്ങളിൽ ഇതല്ല 100 മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന വർഷങ്ങൾ ലീപ് ഇയർ ആയിരിക്കില്ല. ആ വർഷം ഫെബ്രുവരിക്ക് 28 ഡേയ്സ് തന്നെ ഉണ്ടാവുള്ളൂ. വീണ്ടും എന്നാൽ 100 മൾട്ടിപ്പിൾസും ആണ്, അതേസമയം അത് 400 കൂടെ മൾട്ടിപ്പിൾസ് ആണ് എന്നുണ്ടെങ്കിൽ എഗെയിൻ അത് ലീപ് ഇയർ തന്നെയായിരിക്കും. ആ വർഷം ഫെബ്രുവരിക്ക് 29 ദിവസങ്ങൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് 4 കൊണ്ട് ഡിവിസിബിൾ ആയിട്ടുള്ള എല്ലാ വർഷങ്ങളും ലീപ് ഇയർ അല്ല, ഇടയ്ക്ക് ചില വർഷങ്ങൾ അല്ലാതെ വരുന്നു എന്ന് പറയുന്നതിന്റെ ഒരു കാരണം നമ്മുടെ കാൽക്കുലേഷൻ നമ്മൾ പറഞ്ഞു 6 അവേഴ്സ് ആണ് നമ്മൾ എക്സ്ട്രാ കാൽക്കുലേറ്റ് ചെയ്ത് 6 into 4 24 അവേഴ്സ് ആവുമ്പോൾ 1 ഡേ എന്ന രീതിയാണ്. എന്നാൽ എക്സാക്ട്ലി അത് 6 അവേഴ്സ് ഇല്ല, അവിടെയാണ് പ്രശ്നം വരുന്നത്. എക്സാക്ട്ലി അത് 6 അവേഴ്സിനേക്കാൾ അല്പം കുറവാണ്. 5 അവേഴ്സ് 49 മിനിറ്റ്സ് ആൻഡ് 12 സെക്കൻഡ്സ് ഉള്ളത്. ദാറ്റ് മീൻസ് ഒരു 10 മിനിറ്റ്സ് 48 സെക്കൻഡ്സിന്റെ ഷോർട്ടേജ് അവിടെ. അതായത് ആ 6 അവേഴ്സിനുള്ള ചെറിയ 10 മിനിറ്റ്സ് 48 സെക്കൻഡ് ആ ഷോർട്ടേജ് അങ്ങനെ വലുതായി 100 തവണ അത് വലുതായി വരുമ്പോൾ ഒരു ദിവസത്തെ ഷോർട്ടേജ് വരുന്നത് കൊണ്ടാണ് 100 കൊണ്ട് മൾട്ടിപ്ലൈ വരുന്ന വർഷം ആ ഒരു ദിവസം വീണ്ടും മൈനസ് ചെയ്തുകൊണ്ട് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോ ലീപ് ഇയറിലെ 29 ഡേയ്സിന്റെ വിശേഷങ്ങൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ഒരുപാട് പേർക്ക് അറിയാമെങ്കിലും ഒട്ടനവധി പേർ ചിന്തിക്കാത്ത ഒരു മേഖലയായിരിക്കാം ഒരുപക്ഷെ ഇത്. അങ്ങനെയുള്ളവർക്ക് ഇത് ഉപകാരപ്രദമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമന്റ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം, ബൈ.